നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഗിരിയേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഞ്ജയ്ക്കും ശാലിനിക്കും ഗോപാൽജിയുടെ സ്വഭാവം തന്നെയാ കിട്ടിയിരിക്കുന്നത്. അയാള് വളം വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെയാ അവരിത്രയും മോശക്കാരായി വളർന്നത്. അങ്ങനെ പറയരുത്. നീയും മഹിമയും മാധവൻ സാറിന്റെ മക്കളാ. അദ്ദേഹത്തിന് നിങ്ങൾ കാരണം നല്ല പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മഹേഷും അദ്ദേഹത്തിന്റെ മകനല്ലേ? സ്വന്തം അനിയത്തിമാരെ വഴിയാധാരമാക്കി പുറം നാട്ടിലേക്ക് കടന്നു കളഞ്ഞ അവൻ എത്ര വലിയ ദുഷ്ടനായിരിക്കും. അവന് വളം വെച്ചു കൊടുത്തത് നിന്റെ അച്ഛനാണോ? അതുപോലെ തന്നെയാ സഞ്ജയുടെയും ശാലിനിയുടെയും കാര്യം. ഒരു പ്രായം കഴിഞ്ഞ മക്കൾ എങ്ങനെയായി തീർണമെന്ന് തീരുമാനിക്കുന്നത് അവര് തന്നെയാ. അതിന് അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനെയും ഗോപാൽജിയെയും ഗിരേൻ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണ് മഹേഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ അവനെ ശിക്ഷിച്ചേനെ. അത് അച്ഛനവനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. ചെറിയ തെറ്റുകൾ ക്ഷമിച്ചു വിടുമ്പോഴാണ് വലിയ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുന്നതെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ സഞ്ജയുടെയും ശാലിനിയുടെയും സ്വഭാവം വെച്ച് മാത്രമല്ല ഗോപാൽജി അളക്കുന്നത്. അദ്ദേഹവും സ്വന്തം കാര്യം നടക്കാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കുന്ന ഒരാൾ തന്നെയാ. ഇന്ന് സ്റ്റേഷനിൽ വന്നപ്പോ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് അച്ഛന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഗോപാൽജി എന്താ പറഞ്ഞത്? സഞ്ജയ്ക്കെതിരെ കേസെടുത്ത അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ലേന്ന് അയാൾ ചോദിച്ചു. എനിക്കും അതേ ഗതി ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു. എനിക്കുറപ്പാ അച്ഛന്റെ മരണത്തിൽ ഗോപാൽജിക്ക് എന്തോ പങ്കുണ്ട്.